ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് സിമ്പിൾ ട്രേഡർ പ്ലേലിസ്റ്റിലെ വീഡിയോ നമ്പർ 3 ആണ്. ഇതിന് മുന്നേ വീഡിയോ 1ഉം വീഡിയോ 2 ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോക്ക് ആർക്കാണ്ടി വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ അല്ലേ, ഒരുപാട് സ്ട്രാറ്റജിയൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകുന്നില്ല, ഭ്രാന്തായി ഒന്നും മനസ്സിലാവുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സിമ്പിൾ ട്രേഡർ പ്ലേലിസ്റ്റ്? അതായത് ഒരൊറ്റ സിംഗിൾ ട്രേഡിംഗ് കൺസെപ്റ്റ്, മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രാറ്റജി. വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ? അതെ, വിശ്വസിക്കണം. അങ്ങനെ ഒരു സിംഗിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രാഡേ, ഷോർട്ട് ടൈം, സ്വിംഗ് ട്രേഡിംഗ്, പൊസിഷണൽ, BTST എന്ന് വേണ്ട ഓപ്ഷൻസ്, എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ കോർ കൺസെപ്റ്റ്. നിങ്ങളെ ഒരുപാട് വീഡിയോസും സ്ട്രാറ്റജികളൊക്കെ പഠിച്ചിട്ടും പൈസ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എനിക്കറിയാം, പൈസ ഉണ്ടാക്കിയിട്ടില്ല. എന്താ, നിങ്ങൾക്ക് ബേസിക് അറിഞ്ഞൂടാ, എന്താണ് ശരിക്കും പഠിക്കണം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് വീഡിയോസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതും എൻ്റെ ഈ വീഡിയോയിലേക്ക് വന്നതും. അപ്പോൾ ഞാൻ കൂടുതൽ ഡയലോഗ് അടിക്കുന്നില്ല, കാര്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നതിന് ഇതിനു മുന്നേ വീഡിയോ 1ഉം വീഡിയോ 2 ഉണ്ട്. അത് കണ്ടിട്ട് ഈ വീഡിയോ 3 കാണുക. വീഡിയോ 1ലെ പാർട്ട് 2 കാണാം എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ, പിന്നെ വീഡിയോ 2ഉം കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആർക്കെന്ന് വേണ്ടിയിട്ടാണ്? അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. സ്വിംഗ് ട്രേഡിംഗ്, ഷോർട്ട് ടൈം, BTST, ഇൻട്രാഡേ, ലോങ് ടൈം, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോർ കൺസെപ്റ്റ്, സിമ്പിൾ കൺസെപ്റ്റ് ഇതാണ് നിങ്ങളുടെ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഒരു തിയറി ഞാൻ പറയാം. എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ് ഓർ ഷോർട്ട് ടൈം ട്രേഡിംഗ് എങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, അത് ഷോർട്ട് ടൈം ട്രേഡിംഗ്, ഇൻട്രാഡേ ട്രേഡിംഗ് ആണല്ലോ സാധാരണ എല്ലാവരും ഇപ്പോൾ പഠിക്കുന്നത്. കാരണം എന്താ, ക്യാപിറ്റൽ കുറച്ച് മതി, ദിവസം 1000-2000 ആഴ്ചയിലൊക്കെ നല്ല എമൗണ്ട് ഉണ്ടാക്കാം. അത്യാവശ്യം നമുക്കൊരു ഡീസൻ്റ് ലൈഫ് മുന്നോട്ടും ഉണ്ടാവും വിത്തൗട്ട് മെയിൻ വർക്കോ നിങ്ങളെ മെയിൻ ഗോൾസുകളൊക്കെ നോക്കണതിനൊക്കെ പകരം ഗോൾസുകളൊക്കെ നോക്കണതിൻ്റെ ഫ്രീ ടൈമിൽ ഒരു എക്സ്ട്രാ മണി ഉണ്ടാക്കാം. അതാണല്ലോ ഇൻട്രാഡേ ഷോർട്ട് ടൈം ട്രേഡിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നവർക്കുള്ള ഇമ്പോർട്ടൻറ്റ് തിയറി എന്താണ്? നിങ്ങൾ ആദ്യം സ്വിംഗ് ട്രേഡിംഗ് പഠിക്കണം. സ്വിംഗ് ട്രേഡിംഗാണ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നവരുണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രാഡേ ഷോർട്ട് ടൈം ട്രേഡിംഗിൽ ലാഭം കിട്ടണില്ല, നഷ്ടമാണ് വരുന്നത്. സ്വിംഗ് ട്രേഡിങ്ങിൽ ഇപ്പോൾ ലാഭം കിട്ടുന്നുണ്ട്, ട്രെൻഡ് മാർക്കറ്റ് ആയതുകൊണ്ട്. ഓക്കെ, നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് പഠിച്ചോ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇൻട്രാഡേ ഓർ ഷോർട്ട് ടൈം ട്രേഡിംഗ് നടത്തുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് പഠിക്കണം. എന്നിട്ട് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പ്രൈസ് പോയിൻ്റ് നിങ്ങൾ ഇൻട്രാഡേ ഓർ ഷോർട്ട് ടൈം ട്രേഡിങ്ങിൽ കൊണ്ടുവരണം. ഒന്നുകൂടി പറയാം, ആ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പ്രൈസ് പോയിൻ്റ് നിങ്ങൾ ഇൻട്രാഡേ ഓർ ഷോർട്ട് ടൈം ട്രേഡിംഗ് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾ സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ആർക്ക് വേണ്ടിയിട്ടാണ്? സ്വിംഗ് ട്രേഡിംഗ് പഠിക്കുന്നവർക്കാണ് ഈ വീഡിയോ സീരീസ്. അതിൽ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിംഗ് പഠിക്കണമെങ്കിലോ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് പഠിക്കുന്നവർ എന്ത് ചെയ്യണം? സ്വിംഗ് ട്രേഡിങ് ക്ഷമയോടെ പഠിക്കണം, കേൾക്കണം. ഓക്കെ, അപ്പോൾ ട്രേഡിങ്ങിൽ എന്താണ്? ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ. ഒരു ഗുഡ് പ്രൈസ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുശേഷം ഒരു ഗുഡ് ടൈം എൻട്രി ടെക്നിക്ക്, എപ്പോഴാണ് ഒരു കറക്റ്റ് ടൈമിൽ എൻട്രി ടെക്നിക്ക് എന്നുള്ളതാണെങ്കിൽ അത് പഠിക്കണം. രണ്ടാമത് എപ്പോഴാണ് കറക്റ്റ് ടൈമിൽ എക്സിറ്റ് ചെയ്യാമെന്ന് പഠിക്കണം. ഓക്കെ, ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് ആദ്യം പഠിക്കാം. സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കൺസെപ്റ്റ് പഠിക്കാം. ബോറടിക്കണ്ട, ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ടാവും, ഞാൻ ചിലപ്പോൾ സ്പീഡിൽ പറയുന്നുണ്ടാവും. ബട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണോ എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ക്ഷമയോടെ കേൾക്കുക. മറ്റുള്ള വീഡിയോസ് പറയുന്ന പോലെയല്ല, ഞാൻ അത്ര കോൺഫിഡൻ്റ് ആണ്. കാരണം ഇത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ട്രേഡിങ് പഠിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം അറിയാമല്ലോ ക്യാൻഡിൽ സ്റ്റിക്ക് ടൈം ഫ്രെയിം, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എല്ലാവർക്കും അറിയാം. അറിയാത്തവർ വളരെ കുറവായിരിക്കും. അങ്ങനത്തെ ഉള്ളവരിവിടെ വരാനുള്ള സാധ്യതയും കുറവാണ്. വരുന്നവരുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണെന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ടൈം ഫ്രെയിം, കോമൺ ആയിട്ടുള്ള ടൈം ഫ്രെയിമുകൾ ഏതൊക്കെയാണ്? ഒരു 1 മിനിറ്റ് ഉണ്ടാവും, 5 മിനിറ്റ് ഉണ്ട്, 50 മിനിറ്റ് ഉണ്ട്, 1 അവർ ഉണ്ട്, 1 ഡേ ഉണ്ട്, 1 വീക്ക് ഉണ്ട്, 1 മന്ത് ഉണ്ട്. ഇതൊക്കെ നോർമൽ സ്റ്റാൻഡേർഡ്. ഇതിൻ്റെ ഇടയിലുണ്ട് വേറെ കുറേ ടൈം ഫ്രെയിമുകൾ ക്യാൻഡിൽ സ്റ്റിക്കിന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ടൈം ഫ്രെയിമുകളിൽ നമ്മൾ സ്ട്രെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് പവർ ഏതിനാണ് കൂടുതൽ? പവർ എപ്പോഴും കൂടുതൽ മന്തിലേക്കായിരിക്കും. ഒരു മന്തിൻ്റെ ഒരു ക്യാൻഡിലിനായിരിക്കും ഏറ്റവും കൂടുതൽ പവർ. അതിനുശേഷം ഒരു വീക്ക്, ഒരു ഡേ, 1 അവർ, 50 മിനിറ്റ്സ്, 5 മിനിറ്റ്സ്, 1 മിനിറ്റ്. ശരിയല്ലേ? അപ്പോൾ മന്ത്ലി ആൻഡ് വീക്കിലി ക്യാൻഡിലാണ് നമ്മുടെ തല തൊട്ടപ്പൻ. അതായത് ട്രേഡിങ്ങിലെ തല തൊട്ടപ്പന്മാരെന്ന് പറയുന്നത് മന്ത്ലിയും വീക്കിലിയും ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഗുഡ് പ്രൈസ് പോയിന്റ് നമ്മൾ എവിടെ കണ്ടുപിടിക്കണം? മന്ത്ലി ചാർട്ടിലോ വീക്കിലി ചാർട്ടിലോ കണ്ടുപിടിക്കണം. ട്രേഡിങ്ങിൻ്റെ ഏറ്റവും ആദ്യത്തെ ബേസിക്കാണ് മക്കളെ, ഏറ്റവും ആദ്യത്തെ ABCDയിലെ ഏറ്റവും പവർഫുൾ ബേസിക് ഗുഡ് പ്രൈസ് പോയിന്റ് നിങ്ങൾ മന്ത്ലി ചാർട്ടിലെ വീക്കിലി ചാർട്ടിൽ കണ്ടുപിടിക്കണം. നിങ്ങൾ ഇൻട്രാഡേ ചെയ്യണോ? എന്നാലും നിങ്ങൾ കണ്ടുപിടിക്കണം. സ്വിംഗ് ട്രേഡിങ് ചെയ്യണോ? എന്നാലും നിങ്ങൾ കണ്ടുപിടിക്കണം.
ടെസ്റ്റ് ചെയ്യണം, എന്നാലും നിങ്ങൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾ ഇത് കണ്ടുപിടിച്ചിരിക്കണം. കണ്ടുപിടിക്കാൻ റെഡിയാണോ? ഓക്കെ, അപ്പോൾ ട്രേഡിങ്ങിൽ ഫസ്റ്റ് ഗുഡ് പ്രൈസ് പോയിൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ചെയ്യണേ മുന്നേ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യണത്? ഞാനൊരു സിമ്പിൾ അസംഷൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ബേസിക്കാണ്, എന്നാലും ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതായത് ഒരു IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, നമ്മളെ കമ്പനികൾ ആരെങ്കിലുമൊക്കെ പബ്ലിക്കിന് മേടിക്കാൻ ബൈ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് ചിലപ്പോൾ 100 രൂപ തന്നെ 200 രൂപ പോവും, പിന്നെ ഡൗൺ ആയിട്ട് 150 വരും, പിന്നെ വീണ്ടും 400 പോകും. ഒരു അസംഷൻ, ഞാൻ ഇങ്ങനെ കൃത്യമൊന്നും വരില്ല, പിന്നെ 500 പോവും, ഇങ്ങനെ പോകും. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്, പ്രൈസ് മേലോട്ട് പോണത്. അല്ലാണ്ട് ഒരു ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ പോവില്ല, ഇങ്ങനെ പടിപടിയായിട്ട് പോവുള്ളൂ. അതിനുള്ള കാരണം എന്താ? കുറേ ആൾക്കാർ ഇവിടെ മേടിച്ചവർ, അതായത് IPOയിൽ കിട്ടിയവർ, അതായത് IPO അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന മുന്നേ കിട്ടിയവർക്ക് 200 കാണുമ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റായി. അപ്പോൾ അവർ വിൽക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് കുറച്ച് താഴേക്ക് വരും, 150 ആവും. അപ്പോൾ നോക്കുമ്പോൾ 100 രൂപയല്ല 200 രൂപ, എൻ്റെ ഇടയിൽ കുറച്ചും കൂടി നല്ലൊരു പ്രൈസാണ്, കമ്പനി നല്ലതാണ്. അപ്പോൾ പുതിയ ആൾക്കാർ മേടിക്കുമ്പോൾ പുതിയ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ ലാഭം എടുക്കും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കയറും. ഇത് തന്നെ നടക്കണത്. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ 500 രൂപയ്ക്കായിരുന്നു, പെട്ടെന്ന് അത് അത്ര വലിയ വിലയൊന്നും തോന്നിയില്ല ആൾക്കാർക്ക്, അത് ഡൗൺ ആയപ്പോൾ എന്ത് ചെയ്തു? കുറേ ആൾക്കാർ വിറ്റൊഴിയുമ്പോൾ എന്താണ്, ആദ്യം കുറേ ആൾക്കാർ വിറ്റുമ്പോൾ ഡൗൺ പോകും, പിന്നെ കുറച്ച് ആൾക്കാർ തിരിച്ച് മേടിക്കും. ഇത് കുറച്ച് നല്ല വില കുറഞ്ഞ സമയമാണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആൾക്കാർ മേടിക്കും, അപ്പോൾ വീണ്ടും മേലോട്ട് പോകും, പിന്നെ ആൾക്കാർ വിൽക്കും, താഴോട്ട് പോകും. അപ്പോൾ ഇതിനെ പറയും ഡൗൺ ട്രെൻഡ് എന്ന്. ഓക്കെ, ഇനി സ്ട്രെയിറ്റ് പോകും, അതായത് ഇവിടെ വാങ്ങിക്കും മേലേക്ക് പോവും, കാരണം അതിനേക്കാളും മേലേക്ക് വില തോന്നുന്നില്ല, ഇതിനേക്ക് താഴേക്ക് പോകാനും തോന്നുന്നില്ല. അതായത് ഇവിടെ ഒരു പ്രൈസിൻ്റെ വിലയുണ്ട്, ഇതിനൊരു പ്രൈസിൻ്റെ വിലയുണ്ട്, അപ്പോൾ സ്റ്റോക്ക് ഇങ്ങനെ പോകും. ഈ ഒരു 3 മൂവ്മെൻറ്റ് ആകെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളൂ. ഓക്കെ, ഈ 3 സ്റ്റോക്ക് മാർക്കറ്റിലെ മൂവ്മെൻറ്റിലല്ലേ നമുക്ക് ക്യാച്ച് ചെയ്യാൻ നോക്കേണ്ടത്? ഈ മൂവ്മെൻറ്റിൻ്റെ ഇടയിലല്ലേ നമുക്ക് പ്രൈസിനെ ക്യാച്ച് ചെയ്യാൻ നോക്കേണ്ടത്? ഒന്നില്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ്, ഇതിൻ്റെ ഇടയിൽ നമ്മൾ പ്രൈസ് ക്യാച്ച് ചെയ്യാൻ നോക്കണം. അതായത് നമ്മൾക്ക് ലാഭത്തിൽ വാങ്ങാനോ വിൽക്കാനോ പറ്റണം. അതാണ് ട്രേഡിങ്, അത്രയേ ഉള്ളൂ ട്രേഡിങ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ്? ട്രെൻഡ് ലൈൻ. അപ്പോൾ ട്രെൻഡ് ലൈൻ ഇത് ആർക്കറിയാത്തത്? ഇതൊക്കെ വെച്ചിട്ട് എന്താണ്? ഞാനിപ്പോൾ പിവോട്ട് പഠിക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെയാണ് മാക്ടിയിൽ സൂപ്പർ ട്രെൻഡിൻ്റെ മറ്റേ കോമ്പിനേഷൻ ഇട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെത്, നമ്മളെ മാർക്കറ്റ് മാനിപ്പുലേറ്റേഴ്സിൻ്റെ പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. ഓക്കെ, നിങ്ങളിതൊക്കെ കണ്ടുപിടിച്ചു, കുറേ വീഡിയോകളൊക്കെ കണ്ടു. കാശുണ്ടാക്കിയ മക്കളെ, എൻ്റെ സത്യസന്ധമായിട്ട് പറ, കാശുണ്ടാക്കിയ? ഇല്ല. എന്തേ? അതിലൊന്നും ആനക്കാരില്ല. വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് അതിൻ്റെ ഏറ്റവും ബേസിക് അറിയില്ലെങ്കിൽ, എന്തെങ്കിലും ABCD അറിയില്ലെങ്കിൽ കാശുണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ സിമ്പിൾ ട്രെൻഡ് ലൈൻ ഞാൻ നേരത്തെ കാണിച്ചു തന്ന സാധനം, ഒരു മഞ്ഞ ലൈൻ ഒരു ഏകദേശം വരച്ചു, അതൊരു ട്രെൻഡ് ലൈനാണ്. ഇപ്പം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതൊരു ട്രെൻഡ് ലൈനാണ്. താഴേക്ക് കണ്ടോ, ഇത് പോണതിൻ്റെ ഒരു ലൈൻ. ഇത് സ്ട്രെയിറ്റ് ലൈനിൽ പോവില്ല, കാരണം എന്താ? ഈ ആൾക്കാരാണ് വാങ്ങണത് വിൽക്കണതും, അല്ലാണ്ട് മെഷീനും ഒന്നല്ല. അപ്പോൾ ആൾക്കാർ മേടിക്കും, വാങ്ങിക്കുന്നതും ഇതിൻ്റെ ഡിമാൻഡും സപ്ലൈ അനുസരിച്ച് വില അങ്ങോട്ട് താഴേക്കും മേലേക്കും പോയിട്ട് താഴേക്ക് പോകുള്ളൂ. സ്ട്രെയിറ്റ് ലൈനാണെങ്കിൽ ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാശുണ്ടാക്കാൻ ട്രേഡിങ് പഠിക്കണോ? നിങ്ങളുടെ ഫസ്റ്റത്തെ മിഷൻ എന്താണെന്ന് അറിയോ? മന്ത്ലി ചാർട്ടിൽ ട്രെൻഡ് ലൈൻ വരച്ച് പഠിക്കുക. ഓക്കെ, മന്ത്ലി ചാർട്ടിൽ ട്രെൻഡ് ലൈൻ വരച്ച് പഠിക്കുക. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, എങ്ങനെയാണ് ട്രെൻഡ് ലൈന് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിതെന്താണ് കാണിച്ചിരിക്കുന്നത്? ഈ കരാട്ടെ കിഡിൻ്റെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ജാക്കി ജാൻ്റെ അടുത്ത് കരാട്ടെ പഠിക്കാൻ ചെല്ലുമ്പോൾ ആ ചെക്കനോട് ആദ്യം പറയുന്നത് ഈ ജാക്കറ്റ് ഇട്, താഴെ ജാക്കറ്റ് ഇട്, മേലേക്ക് ഇട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, പക്ഷെ അതെന്തോരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊരു കലയായി മാറി. എന്ന് പറഞ്ഞ പോലെ ഈ ട്രെൻഡ് ലൈനുകളും എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണോ അത്രത്തോളം നിങ്ങൾക്കതിൽ പവർഫുൾ ആവും, നിങ്ങൾക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനും പറ്റും, പ്രോഫിറ്റബിൾ ആകാനും പറ്റും. ഓക്കെ, അപ്പോൾ ഞാനാദ്യം മന്ത്ലി ചാർട്ടിൻ്റെ ഒരു കളി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്റ്റോക്കാണ്, ABB എന്ന് പറയുന്നൊരു സ്റ്റോക്ക്, മന്ത്ലി ചാർട്ടാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ എടുത്തിട്ട് ആദ്യം ഇവിടെ എനിക്കൊരു പോയിൻ്റ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നു. അപ്പോൾ എനിക്കിവിടെ ഫസ്റ്റ് എനിക്ക് ഇതിൻ്റെ ട്രെൻഡ് ലൈൻ കിട്ടി. ഓക്കെ, അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും ഒരു ട്രെൻഡ് ലൈൻ കിട്ടി.
ഓക്കെ. ഇനി കുറച്ച് ഞാൻ ബാക്കോട്ട് പോയപ്പോൾ എനിക്ക് ഇവിടെ ഒരു പോയിൻറ്റും ഇവിടെ ഒരു പോയിൻറ്റും കിട്ടി. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം ആർക്കും എക്സാക്റ്റ് വരയ്ക്കാൻ പറ്റില്ല. വരയ്ക്കണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പോയിൻറ്റും അടുത്തൊരു പോയിൻറ്റിൽ ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്ന് മേലേക്ക് കയറിപ്പോയി, അതിനുശേഷം വീണ്ടും താഴേക്ക് വന്നിട്ട് വീണ്ടും മേലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ പോയിൻറ്റും നമുക്ക് കിട്ടും. അപ്പോൾ ആ പോയിൻറ്റും ഈ പോയിൻറ്റും നമ്മൾ കൂട്ടിയിട്ട് പിന്നെ ഇങ്ങനെ നീളത്തിൽ വരയ്ക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇവിടെ പോയിൻറ്റ് വരുമ്പോൾ അതൊരു ട്രെൻഡ് ലൈനിലേക്ക് വരും. ഓക്കെ. ഇപ്പോൾ ഇത് നോക്കണമെങ്കിൽ ഇവിടെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു പോയിൻറ്റും കൂട്ടിമുട്ടി ഇവിടെ. അപ്പോൾ ഞാനിങ്ങനെ തന്നെ വരച്ചു. ഓക്കെ, ഇവിടം വരെ വരയ്ക്കാം. ഓക്കെ, അടുത്തത് പറഞ്ഞാൽ ഈ ഒരു പോയിൻറ്റും വന്നു. അപ്പോൾ ഞാൻ വരച്ചു. ഓക്കെ, അപ്പോൾ ടോപ്പിൽ ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്, സ്ട്രെയിറ്റ് ലൈന്. അപ്പോൾ ഈ ഒരു പോയിൻറ്റും നമ്മൾ കൂട്ടിയിട്ട് ഞാൻ സ്ട്രെയിറ്റ് വരച്ചു. അപ്പോൾ ഇതൊരു ട്രെൻഡ് ലൈനായി. ഓക്കെ, അപ്പോൾ ഇതൊരു ചാർട്ട്. ഇനി നെക്സ്റ്റ് ചാർട്ട് ഞാൻ കാണിച്ചു തരാം. അംബുജ സെഗ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് മേലേക്ക് പോയിട്ട് നോക്കാം. മന്ത്ലി ചാർട്ടാണ്. സിമ്പിളായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ ഒരു പോയിൻറ്റും മാത്രം കൺസിഡർ ചെയ്തോളൂ. അതിൻ്റെ തുമ്പും കൂടി കൂട്ടിയിട്ട് ഞാനിങ്ങനെ വരച്ചു. അപ്പോൾ എനിക്കൊരു ട്രെൻഡ് ലൈൻ കിട്ടി. കണ്ടോ? അതേപോലെ കുറച്ച് പിറകോട്ട് പോകണമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കിട്ടി. ഈ ഒരു പോയിൻറ്റും അപ്പോൾ ചിലർ ട്രെൻഡ് ലൈൻ കൃത്യമായിട്ട് കിട്ടണില്ലെങ്കിൽ ആ സ്റ്റോക്ക് എടുക്കണ്ട, ആ സ്റ്റോക്ക് അങ്ങോട്ട് വിട്ടുകളയാം. നമുക്ക് എല്ലാത്തിലും ഇപ്പോൾ ട്രെൻഡ് ലൈൻ വരച്ച് എല്ലാത്തിനും നമ്മൾ സന്തോഷിപ്പിക്കണമെന്നൊന്നുമില്ലല്ലോ. ഈ ഒരു പോയിൻറ്റും തമ്മിൽ മാത്രം കൂട്ടിയിട്ട് വരച്ച് നോക്കിയേ, ഇങ്ങനെ കിട്ടി. അപ്പോൾ ട്രെൻഡ് ലൈൻ ഇടയ്ക്കിട്ട് ബ്രേക്ക് ആയി എന്ന് പറഞ്ഞാൽ അത് ബ്രേക്കായി വീണ്ടും തിരിച്ചു കയറി. ട്രെൻഡ് ലൈൻ എപ്പോഴും അത് മാത്രം തട്ടിയിട്ട് സ്റ്റോക്ക് പോകണമെന്നില്ലല്ലോ. ഓക്കെ, അതേപോലെ അടുത്ത ട്രെൻഡ് ഇങ്ങനെ കൂട്ടി ഈ ഒരു പോയിൻറ്റും തമ്മിൽ കൂട്ടിയിട്ട് ഇങ്ങനെ വരച്ചപ്പോൾ മേലൊരു ട്രെൻഡ് ലൈൻ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കുക. അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നും വരയ്ക്കാം. ഈ ഒരു പോയിൻറ്റും കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഇങ്ങനെ ട്രെൻഡ് ലൈനുകൾ നമുക്ക് കിട്ടും. സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് നമ്മുടെ അതിനെ ട്രെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്തിനാണ് നിങ്ങളിത് പഠിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ്. ആ കരാട്ടെ കിട്ടിലെ പിള്ളേരെ പോലെ ആ പിള്ളേരെ പഠിപ്പിക്കുന്ന ജാക്കി ചാൻ ഒന്നുമല്ല. എന്നാലും മനസ്സിലാക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുള്ളൂ ഫ്രണ്ട്സ്. കാരണം ഇതാണ് സ്റ്റോക്കിൻ്റെ ട്രെൻഡ്. സ്റ്റോക്ക് പോകുന്ന അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്, സ്പീഡ് എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റോക്ക് പോണതിൻ്റെ സ്പീഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 88 സ്റ്റോക്കുകൾ ഞാൻ മെയിനായിട്ട് ട്രേഡ് ചെയ്യണ കുറേ സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകളിലൊക്കെ ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരച്ചിട്ട് PDF ആക്കിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാം. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റില്ലേ? താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. മാർക്കറ്റിൽ നിന്ന് കാശ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ ചെയ്ത് കുറച്ച് കാശ് കിട്ടും, കുറച്ച് കാശ് പോകും. ആ പോയി കഴിഞ്ഞതിന് ശേഷം സന്തോഷമായിട്ടിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് എനിക്ക് പറ്റിയല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ കാശ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കാം. ഇത്തിരിയെങ്കിലും പണിയെടുക്കുന്നവനൊക്കെ കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് സ്വിച്ച് ഇട്ടാൽ കാശ് വരില്ല അവിടെ. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഞാൻ ഒന്ന് നിരുത്സാഹപ്പെടുത്തല്ല. ബിലീവ് മീ, നിങ്ങളിത് പഠിക്കൂ. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങളെ ഞാൻ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പഠിക്കുക. ഓക്കെ, ഞാൻ നിർത്തുന്നു. വീഡിയോ ഇതെല്ലാം ലോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ബൈ. സബ്സ്ക്രൈബ് ചെയ്യ്. കുറേ പേരൊക്കെ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണില്ല. എനിക്കൊരു ഇതൊക്കെ കിട്ടണ്ടേ, ഇൻസ്പിറേഷനൊക്കെ കിട്ടണ്ടേ. അപ്പോഴല്ലേ എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.